തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റ് കലൂരിലെ മൃദംഗ വിഷൻ പരിപാടിയുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ ഇന്ന് റിമാൻഡ് റിപ്പോർട്ട്. താൽക്കാലികമായ നിർമ്മാണത്തിന് മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥ ലംഘിച്ചു. താൽക്കാലികമായ സ്റ്റേജ് നിർമ്മിച്ചത് അശാസ്ത്രീയമായാണ്. സ്റ്റേജ് ഉറപ്പിച്ചിരുന്നത് സിമന്റ് കട്ടകളിലാണ്. സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണാൽ മരണം സംഭവിക്കാമെന്നും അറിവുണ്ടായിട്ടും പ്രതികൾ അത് അവഗണിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാഗിൻ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഈ സംഘാടകരുടെ ഭാഗത്തുള്ള ഏതൊക്കെ വീഴ്ചകൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്? ആര്യ, ഈ സ്റ്റേജിൽ പരിശോധന നടത്തി PWD സമർപ്പിച്ച റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടാണ് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അശാസ്ത്രീയമായിട്ടാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. നടന്നു പോകാൻ പോലും വഴി ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം തന്നെ ഈ കല്ലിലാണ് ഈ സ്റ്റേജ് ഉറപ്പിച്ചിരുന്നത്. കല്ല് പൊടിഞ്ഞ് ഇത് വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. മാത്രമല്ല സ്റ്റേജിന് കുലുക്കമുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. സ്റ്റേജിൽ നിന്ന് താഴെ വീണാൽ മരണം സംഭവിക്കാമെന്ന് അറിവുണ്ടായിട്ടും പ്രതികൾ അത് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രതിഭാഗം മറ്റൊരു കാര്യം കോടതിയിൽ ഉയർത്തിക്കാട്ടി. അതായത് പ്രതിഭാഗം ഉയർത്തിക്കാട്ടിയത് തങ്ങൾ 62,000 രൂപ പോലീസിൽ അടച്ച് ഈ പരിപാടിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പോലീസിനോട് എന്നതാണ് ആ റിപ്പോർട്ടിൽ, പോലീസ് റിപ്പോർട്ടിൽ DCP തന്നെ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അത് പിടിവള്ളിയായി പ്രതിഭാഗത്തിന്. കാരണം പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായിട്ടുള്ള വാദം അവിടെ ഉന്നത വ്യക്തിത്വങ്ങളടക്കം ഇരുന്നതാണ്. അങ്ങനെ പരിശോധിച്ചിരുന്നെങ്കിൽ, പോലീസ് അടക്കം പരിശോധിച്ചത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തങ്ങൾ മാറ്റിയേനെ. പക്ഷേ പോലീസ് ഒന്നും അത് ചെയ്തില്ല. അങ്ങനെ പോലീസുകാർക്കില്ലാത്ത ഉത്തരവാദിത്തം പിന്നെ തങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നത് എന്തിന് എന്ന കാര്യമാണ് അവർ കോടതിയിൽ ചോദിച്ചത്. പക്ഷേ അതിനെ പ്രതിഭാഗം പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ മുഖ്യപ്രതിയായിട്ടുള്ള നികോഷ് കുമാറിന് 7 വരെ മറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക രാഗിൻ? തീർച്ചയായും, അതായത് വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നു. പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഇക്കാര്യമായിരുന്നു. അശാസ്ത്രീയമായിട്ടുള്ള സ്റ്റേജ് നിർമ്മിച്ചു, ഇത്തരത്തിൽ മരണം സംഭവിക്കാമെന്ന് അറിഞ്ഞു, എന്നിട്ടും കാര്യങ്ങൾ ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനെ പ്രതിഭാഗം പ്രതിരോധിച്ചത് ഈ ഒരു റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. അതായത് ഈ റിപ്പോർട്ടിൽ 62,000 രൂപ ഒടുക്കി ഇതിൽ പണമടച്ചുകൊണ്ട് ഈ പരിപാടിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് പോലീസ് സംരക്ഷണം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് റിപ്പോർട്ട്, ആ പോലീസ് റിപ്പോർട്ട്, DCPയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉപാധികളുണ്ടോ? 7-ാം തീയതി വരെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 7-ന് ഈ കേസിൽ ഉത്തരവുണ്ടാകും. സാധാരണ ഇത്തരത്തിൽ ഇടക്കാല ജാമ്യത്തിന് നൽകുന്ന ഈ കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. മറ്റു 3 പ്രതികൾ നേരത്തെ അറസ്റ്റിലായവരുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് വരെയായിരുന്നു ഇടക്കാല ജാമ്യം. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 7-ാം തീയതി ഈ കേസിൽ കോടതി ഉത്തരവ് പറയും. ഇവർക്ക് ജാമ്യം ലഭിച്ചാൽ പുറത്ത് പോകാനുള്ള അവസരമുണ്ടാകും, ജാമ്യം സ്ഥിരപ്പെടും. അല്ല എന്നുണ്ടെങ്കിൽ റിമാൻഡിൽ പോകേണ്ട സ്ഥിതി ഉണ്ടാകും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസിന്. അതോടൊപ്പം തന്നെ പോലീസിനാണ് വിവരങ്ങൾ നൽകിയത്.